ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു വീട് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ എമർജിങ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കി അവിടെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റിട്ടേൺസ് ലൈക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു വാല്യൂ അപ്രിസിയേഷൻ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കൊച്ചിയിലെ ഒരു എമർജിങ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ, ഒന്ന് നമ്മുടെ തൊട്ടടുത്ത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്തുണ്ട്, ചേരാനല്ലൂർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആസ്ട്രോമേഡ് സിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ ഇടപ്പള്ളിയിലേക്കാണെങ്കിൽ വളരെ ചെറിയ ദൂരേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഇപ്പോൾ പുതിയ NH-66 ഉള്ള ഒരു അടുപ്പം, ഇതൊരു എമർജിങ് ഡെസ്റ്റിനേഷനാണ്. പിന്നെ നമ്മൾ കാക്കനാട് കഴിഞ്ഞ് കുറച്ചും കൂടി ഈ സൈഡിലേക്ക് പോയാൽ അവിടെ കങ്ങരപ്പടി മുതൽ പുക്കാട്ടുപടി വരെയുള്ള ആ ഒരു സ്ട്രെച്ച്, അവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഭൂമി, നല്ല വെള്ളം, ഇങ്ങനെയുള്ള കുറേ ബേസിക് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ വീഗാലാൻഡ് ഡയറക്ഷൻ, അതായത് നമ്മൾ ഈ പള്ളിക്കര അവിടം വരെയുള്ള ആ ഒരു സ്ട്രെച്ച്, ഇവിടങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷം 12 വർഷം മുമ്പ് തന്നെ റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് ഉണ്ട്. ഇപ്പോഴും ഭൂമിക്ക് അവിടെ അവൈലബിലിറ്റി കൂടുതലാണ്. അവിടെ നമുക്ക് ഭൂമിയുണ്ട്, നല്ല ഭൂമി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ തൃപ്പൂണിത്തറ ഡയറക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ മുളന്തുരുത്തി വരെയുള്ള ആ ഒരു ലൊക്കാലിറ്റി, ഇതും ഒരു എമർജിങ് ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം.